അപ്പോൾ UK മെയ് ഇൻടേക്ക് സെപ്റ്റംബർ ഇൻടേക്കിലോട്ടുള്ള അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കൺസൾട്ടൻസികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ലാസ്റ്റ് ജാനുവരി ഇൻടേക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് അധികം കുട്ടികൾ ഇൻബോക്സിൽ മെസ്സേജ് അയച്ച കാര്യമായിരുന്നു ഈ ഒരു കംപ്ലൈൻറ്റുകൾ. ഈ ഒരു 3 കാരണങ്ങൾ കൊണ്ട് യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള അഡ്മിഷൻ പ്രോസസ് ത്രൂവിലെ കൺസൾട്ടൻസികൾ അല്ല ഏജൻസികൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം അധികമായിട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാ ഏജൻസികളും ഇല്ല, ചില കേരളത്തിലെ തലകുത്തിയ ഏജൻസികൾ. അതിലിപ്പോൾ ആദ്യത്തെ കാര്യമാണ് അക്കോമഡേഷൻ സെറ്റാക്കി കൊടുക്കുന്നതിൻ്റെ പേരിൽ കമ്മീഷൻ അടിക്കുന്ന ചില ഏജൻസികൾ ഇപ്പോഴും ഉണ്ട് അവിടെ. ലാസ്റ്റ് ജാനുവരി ഇൻടേക്കിൽ ഒരു കുട്ടി വന്നപ്പോൾ ആ കുട്ടീൻ്റെ അടുത്ത് ഇവർ അക്കോമഡേഷൻ സെറ്റാക്കി കൊടുക്കാൻ മാത്രം 20,000 രൂപയാണ് അഡീഷണൽ ചോദിച്ചത്. ഇവിടെ അങ്ങനെ അക്കോമഡേഷൻ സെറ്റാക്കി കൊടുക്കാൻ കമ്മീഷൻ നടക്കേണ്ട കാര്യമില്ല. ഓൾറെഡി ഒരുപാട് ഗ്രൂപ്പ്സ് ഇവിടെ ഉണ്ട്, മലയാളീസിൻ്റെ ആണെങ്കിലും സൗത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിൻ്റെ ആണല്ലോ. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ വരുന്ന ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ഗ്രൂപ്പിലേക്ക് പാസ് ചെയ്യും, അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ ഡീറ്റെയിൽസ് ഇൻബോക്സിൽ വന്ന് ചോദിക്കുമ്പോൾ നമ്മളത് ഷെയർ ചെയ്യുകയാണ് ചെയ്യാറ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൺസൾട്ടൻസിക്കാർ സെറ്റായി കൊടുക്കുന്ന വകയിൽ 20,000 എന്ന് വരേണ്ട ആവശ്യമില്ല. ഇത് കേരളത്തിലൊരു നല്ല അത്യാവശ്യം പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് തലപ്പത്ത് നിൽക്കുന്ന ഒരു കൺസൾട്ടൻസിയാണ്. ഇപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ തന്നെ ആ ഒരു കൺസൾട്ടൻസിയുടെ പേര് വന്ന് കാണും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരെ ചൂസ് ചെയ്യാണ്ടിരിക്കുക.